സർ നമ്മളെ നാട്ടിലിപ്പോ പഠനങ്ങളൊക്കെ പണ്ടേ ഉണ്ട്. ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ തരത്തിൽ തുടങ്ങുമ്പോൾ വ്യത്യസ്ത കഴിവുകൾ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഡിഫറെൻറ്റ് സ്കില്ലുകൾ കുട്ടികൾക്കൊക്കെ ഉണ്ട്. പക്ഷേ ലാസ്റ്റ് ഒരു റിസൾട്ട് വരുമ്പോൾ ഇപ്പോഴും ആ A+കളുടെ എണ്ണം കാര്യങ്ങളൊക്കെയാണ്. അവിടെ നമുക്ക് ഇപ്പോൾ ഒരു പൊതു സമൂഹത്തിന്റെ മുന്നിൽ വെക്കാൻ പറ്റിയ ചില തീരുമാനങ്ങളും നല്ല ഐഡിയാസൊക്കെ ഇല്ലേ? അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്താൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും ഉം. വളരെ കാലികമായ എന്നാൽ ആവശ്യമുള്ള ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിപ്പോൾ ഈ ചോദിച്ച ചോദ്യം എൻ്റെ മനസ്സിൽ എന്നും അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ഉം. A+ കിട്ടിയ കുട്ടികളെ ആദരിക്കാൻ ഒരുപാട് ആളുകൾ, നന്നായി പഠിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് ആളുകൾ, എന്നാൽ ബാക്ക് ബെഞ്ചേഴ്സായ ഒരുപാട് ആളുകൾ അപ്പുറത്തുണ്ട്. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ നട്ടെല്ലും ഈ രാജ്യത്തിൻ്റെ പല കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് A+ കിട്ടാത്ത, അതെ അതെ. ജീവിത പരീക്ഷയിൽ, അതായത് സ്കൂൾ പരീക്ഷയിലും കോളേജ് പരീക്ഷയിലൊക്കെ പരാജയപ്പെട്ട ആളുകളാണ് ഇന്ന് നമ്മുടെ അന്നത്തിന് പിറകിൽ പോലും ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് സംഭവിച്ച വലിയ ഒരു അപകടം എന്ന് പറയുന്നത് റിസോഴ്സ് മാനേജ്മെന്റിൽ, അതായത് നമുക്ക് മനുഷ്യ വിഭവശേഷി വളരെ കൂടുതലാണ്. ഇന്ത്യ മഹാരാജ്യം യഥാർത്ഥത്തിൽ റിസോഴ്സിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ രാജ്യമാണ്. പക്ഷേ ആ റിസോഴ്സിനെ ഇഫക്റ്റീവായിട്ട് യൂസ്ഫുൾ ആക്കുന്നതിൽ നമ്മൾ പരാജയമാണ്. അതാണ് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യേണ്ടത്, ഇല്ലേ? നമ്മളെ വീട്ടിൽ തന്നെ ഒരു കുട്ടി മറ്റൊരു കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ 4 കുട്ടികളുടെ 4 കുട്ടികൾ വ്യത്യസ്ത കഴിവുകളുള്ളവരാണ്. ഓരോ കഴിവും നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും നന്നായിട്ട് നമ്മെ അനുസരിക്കുന്ന, നന്നായി ഇൻ്റലിജൻ്റ് ആയ ആ കുട്ടിക്ക് കൂടുതൽ പ്രോത്സാഹനങ്ങൾ കൊടുക്കും. എന്നാൽ ഡിസൊബീഡിയൻ്റ് ആയ, കുരുത്തക്കേട് കാണിക്കുന്ന എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം, അവരെ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന ആ കുട്ടിയിൽ ചിലപ്പോൾ നല്ല കാലിബർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഒരു പ്രത്യേക അറ്റൻഷൻ ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഉയർത്തി ഉയരങ്ങളിൽ എത്തിക്കാൻ പറ്റും. ഇതാണ് അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അതേപോലെ തന്നെ ഒന്ന് നിങ്ങൾ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങൾ നന്നായി കളിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ? ഗെയിംസുകൾ, പല ഫുട്ബോള്, ക്രിക്കറ്റ് പോലുള്ള അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി, ഇപ്പോൾ ഈ മെക്കാനിക്കൽ എബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികളുണ്ട്. ശരി, നമ്മുടെ നാട്ടിലിപ്പോൾ 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ അത്യാവശ്യം മാർക്കുള്ളവർ മുഴുവൻ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലാണ് പോണത്. അവിടെ ഇതേപോലെ തന്നെ കോഴ്സുകൾ വ്യത്യസ്തമാണ്. ഇങ്ങനെയുള്ള കരിയർ വഴികൾ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതില്ല. എനിക്ക് പറയാനുള്ള ഒരു സംഗതി, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് വെച്ചാൽ 1987 ഞാൻ പ്രീ ഡിഗ്രി പാസ്സായത്, ഒരു 10-35 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് കരിയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ SLC കഴിഞ്ഞ ഒരു കുട്ടി പ്രീ ഡിഗ്രിക്ക് പോവുക, പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ ഫാർമസി കോഴ്സിന് അന്ന് വലിയ ഡിമാൻഡാണ്. അപ്പോൾ ആ ഫാർമസി കോഴ്സിനാണ് എല്ലാ കുട്ടികളും പോവുക. ആ ഒരു ട്രെൻഡായിരുന്നു. ഇന്ന് കാണുന്നത് പോലെ കരിയറിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അന്നത്തെ കാലത്ത് തീരെയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തഡോളജിയിൽ തന്നെയാണ് ഇന്നും നമ്മുടെ മലയാളികൾ ചിന്തിക്കുന്നത്. ഒന്നുകിൽ മെഡിക്കൽ എൻട്രൻസ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് എൻട്രൻസ്, ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സിവിൽ സർവീസിനെ, അതായത് IAS IPS പോലെയുള്ളതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡിലേക്ക് കേരളം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഒരു ഇമിറ്റേഷൻ എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമാണ്, അല്ലെ? ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് നാട്ടിൽ വന്ന ഒരാൾ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ അതേ കച്ചവടം തന്നെയാണ് ബാക്കിയുള്ള ആളുകളും. ഇന്നോവേറ്റീവായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു ട്രെൻഡ് നമുക്ക് തീരെയില്ല. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സാധ്യതയുള്ള അനവധി കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഈ റിഗ്, അല്ലേ, ഈ കടലിനടിയിലൊക്കെ പോയിട്ട് മൈനിങ് പോലെയുള്ള, അതിലൊക്കെ ആളുകൾ ആവശ്യമുണ്ട്, നല്ല സാലറി ഉണ്ട്. പക്ഷെ ആ മേഖലയെക്കുറിച്ച് തന്നെ ഒരറിവില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് കരിയർ മേഖല എന്ന് പറയുന്നത് കുട്ടികളുടെ ബുദ്ധി ഏത് മേഖലയിലാണ് എക്സൽ ചെയ്യുന്നത്, സ്മാർട്ട് ആവുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഗൈഡൻസ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷ് ഭാഷയിൽ താല്പര്യമുള്ള കുട്ടി അറബി ഭാഷയിൽ, മലയാളത്തിൽ, അറബിയിൽ, ഇതിലൊക്കെ താല്പര്യമുള്ള ഭാഷാപരമായ പരിജ്ഞാനമുള്ള കുട്ടികളുണ്ട്. അവരെ നമ്മൾ ആ ഒരു ആംഗിളിലാണ്. എന്നാൽ ഗണിതശാസ്ത്രപരമായ ബുദ്ധി, അതായത് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, അതിലാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. വേറെ ഇപ്പോൾ മെക്കാനിക്കൽ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ നന്നായിട്ട് വരക്കാൻ കഴിയുന്നവർ, അല്ലെങ്കിൽ നന്നായി പാട്ട് പാടാൻ കഴിയുന്നവർ,
അതുപോലെ മറ്റുള്ള വ്യക്തികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും കഴിവുള്ളത്. ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ നല്ല എക്സ്പെർട്ട്. ഏത് മേഖലയിലാണ് അല്ലെ? ഇപ്പോൾ നേരത്തെ നിങ്ങൾ സ്പോർട്സിനെ കുറിച്ച് പറഞ്ഞു. സ്പോർട്സിൽ കാഴ്ചപ്പാടും കഴിവുള്ള കുട്ടികൾ ആ മേഖലയിൽ, കൈനസ്തറ്റിക് ഇന്റലിജൻസ്, ഇതൊക്കെ നമ്മൾ പരിഗണിച്ചു വേണം നമ്മൾ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ. പക്ഷെ പാരൻസിന് പറ്റുന്ന വലിയൊരു അബദ്ധം, അവർക്ക് ഒരു സ്വപ്നം ഉണ്ടാവും, അവർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും. ആ കാഴ്ചപ്പാടിലേക്ക് മക്കളെ കൊണ്ടുവരാനുള്ള ഒരു തരം ഇൻസിസ്റ്റൻസ് അല്ലെ, ആ ഒരു ഇൻസിസ്റ്റിംഗ് ആണ്, നിർബന്ധിക്കുന്ന കമ്പലിംഗ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുട്ടികളിൽ ഒരുപാട് മോഹഭംഗം ഉണ്ടാക്കുന്നുണ്ട്. അതായത് അവരുടെ സ്വപ്നം ഇല്ലാതാവുകയാണ്. കുട്ടികളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും ഒട്ടും യോജിക്കാത്ത കോഴ്സുകൾക്കാണ് കുട്ടികളെ നമ്മൾ നിർബന്ധിച്ചു വിടുന്നത്. ഇത് അവർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് വളരെ ഫെമിലിയർ ആണ്. പണ്ട് കാലത്ത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് വളരെ പരിമിതമായിരുന്നു, അറിവുണ്ടായിരുന്നില്ല. ഇന്ന് എവരിതിങ് ഈസ് നോൺ ഫോർ ആൾ. അതാണ് അതിലൊരു വിഷയം.